പെട്ടെന്നൊരു ലോട്ടറി അടിക്കുന്നതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒറ്റ രാത്രി കൊണ്ട് ജീവിതം തന്നെ മാറി മറിയും അല്ലേ? പക്ഷേ ആ വിജയം ഒരു മരണശിക്ഷയായി മാറിയാലോ? ഇവിടെ ഉറൂജ് ഖാൻ എല്ലാം ലഭിച്ചു. കഠിനാധ്വാനവും ഭാഗ്യവും ഒത്തുവന്നപ്പോൾ വിധി അദ്ദേഹത്തെ ഒരു കോടീശ്വരനാക്കി മാറ്റി. പക്ഷേ ആ വിധി തന്നെ വിജയാഘോഷത്തിന്റെ പിറ്റേ ദിവസം ഖാന്റെ ജീവനെടുത്തു. സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഖാന്റെ ശരീരത്തിൽ മുറിവുകളോ ചതവുകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. എന്താണ് ഖാന് സംഭവിച്ചത്? കമോൺ, ലെറ്റ്സ് ഇൻവെസ്റ്റിഗേറ്റ് ദ കേസ് ടുഗെദർ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ദ നറേറ്റേഴ്സ് വോയിസ്. ആരാണ് ഉറൂജ് ഖാൻ? 1980-കളിൽ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലെ ഷിക്കാഗോയിലേക്ക് കുടിയേറി പാർത്ത ഒരു വ്യക്തിയാണ് ഉറൂജ് ഖാൻ. തന്റെ സമ്പാദ്യങ്ങളെല്ലാം സ്വരുക്കൂട്ടി വെച്ച് അദ്ദേഹം അവിടെ ഒരു ഡ്രൈ ക്ലീനിങ് കട സ്ഥാപിക്കുന്നു. ബിസിനസ് നല്ല രീതിയിൽ എത്താൻ തുടങ്ങിയപ്പോൾ ഒരു 2-3 ബ്രാഞ്ചസ് കൂടി ഖാൻ തുടങ്ങി. അങ്ങനെ ഷിക്കാഗോയിലെ വീട്ടിൽ തന്റെ രണ്ടാം ഭാര്യയായ ഷബാന അൻസാരി, ആദ്യ ഭാര്യയിൽ നിന്നുള്ള 17 വയസ്സുള്ള മകൾ ജാസ്മിൻ, ഭാര്യാപിതാവ് ഫരീദുൻ അൻസാരി എന്നിവരോടൊപ്പം വളരെ സന്തോഷപൂർവ്വമായ ഒരു ജീവിതം നയിച്ചു വരികയായിരുന്നു ഖാൻ. അങ്ങനെയിരിക്കെ 2012 ജൂണിൽ 46 വയസ്സുള്ളപ്പോൾ ഖാന് ഇലിനോയ്സ് ലോട്ടറി സ്ക്രാച്ച് ഓഫ് ടിക്കറ്റിൽ നിന്ന് $1 മില്യൺ സമ്മാനം ലഭിക്കുന്നു. തന്റെ ജീവിതം തന്നെ കീഴ്മേൽ മറിക്കാൻ പോകുന്ന ഒരു വിജയമായിരിക്കും ഇതെന്ന് ഖാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ടാക്സ് ഒക്കെ കഴിഞ്ഞ് സമ്മാനത്തുകയായ $4,25,000 സോളിഡ് ക്യാഷായി അദ്ദേഹത്തിന് ലഭിക്കുന്നു. അതിന്റെ ആഹ്ലാദത്തിൽ 2012 ജൂലൈ 19 തന്റെ വീട്ടിൽ പരമ്പരാഗത രീതിയിലുള്ള ഒരു ഇന്ത്യൻ ഡിന്നർ തയ്യാറാക്കി കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് സന്തോഷം പങ്കിട്ടു. ഭക്ഷണം തയ്യാറാക്കിയതും വിളമ്പിയതും ഭാര്യ ഷബാന അൻസാരിയായിരുന്നു. ഭക്ഷണത്തിന് ശേഷം എല്ലാവരും അവരവരുടെ റൂമുകളിലേക്ക് ഉറങ്ങാൻ പോയി. തന്റെ അവസാനത്തെ അത്താഴമായിരിക്കും അതെന്ന് ഖാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരിക്കില്ല. പിറ്റേ ദിവസം പുലർച്ചെയോടെ സ്വന്തം കിടപ്പുമുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ഖാനെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ആദ്യ പരിശോധനയിൽ ഹാർട്ട് അറ്റാക്ക് ആണെന്നാണ് ഡോക്ടേഴ്സ് വിധി എഴുതിയത്. പിന്നീട് നടത്തിയ ബ്ലഡ് ടെസ്റ്റിലും അവർക്ക് സംശയകരമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് ഖാന്റെ സഹോദരന്റെ ആവശ്യപ്രകാരം ടോക്സിക്കോളജി അനാലിസിസ് നടത്തുന്നു. ടോക്സിക്കോളജി അനാലിസിസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ടോക്സിക് അല്ലെങ്കിൽ മാരകമായ എന്തെങ്കിലും പദാർത്ഥങ്ങൾ കയറിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എത്ര അളവിൽ, അവ മരണത്തിന് കാരണമാകുമോ എന്നിവ നിർണ്ണയിക്കുന്ന ഒരു ടെസ്റ്റാണിത്. അതിൽ നിന്നും നിർണായകമായ ഒരു വിവരം ലഭിക്കുന്നു. അതായത് ഖാന്റെ ശരീരത്തിൽ മാരകമായ അളവിൽ സയനൈഡ് കടന്നിട്ടുണ്ടെന്നും അതാണ് മരണകാരണമായതെന്നും അറിയാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ശരീരം പിന്നീട് അടക്കം ചെയ്തുവെങ്കിലും ഫർദർ അനാലിസിസിനായി വീണ്ടും എക്സ്യൂം എന്ന് പറയുമ്പോൾ അടക്കം ചെയ്യപ്പെട്ട ബോഡി വീണ്ടും പുറത്തേക്കെടുക്കുക, റീപോസ്റ്റ്മോർട്ടത്തിനായി. അങ്ങനെ വീണ്ടും എക്സ്യൂം ചെയ്ത് റീ അനാലിസിസ് നടത്തിയെങ്കിലും കൂടുതലൊന്നും അറിയാൻ കഴിഞ്ഞില്ല. ഖാന്റെ മരണത്തിന് കുറച്ചു ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ രണ്ടാം ഭാര്യയായ ഷബാന അൻസാരിക്കുമേൽ കൊലക്കുറ്റം ആരോപിച്ചു. അവർ നിരത്തുന്ന കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമതായി, ഉറൂജ് ഖാനെ അടക്കം ചെയ്ത് വെറും ഒരാഴ്ചക്കുള്ളിൽ ഷബാന ലോട്ടറി തുക മാറാൻ ശ്രമിച്ചു, അതും ആരെയും അറിയിക്കാതെ. രണ്ടാമതായി, ഷബാനയുടെ പിതാവായ ഫരീദുൻ അൻസാരിക്കുണ്ടായിരുന്ന ബിസിനസ് തകർച്ചയും അതിനെ തുടർന്നുണ്ടായ $1,20,000 കടവും. മൂന്നാമതായി, മരിക്കുന്നതിന് തൊട്ടു മുൻപ് കഴിച്ച ഭക്ഷണം തയ്യാറാക്കിയതും വിളമ്പിയതും ഷബാനയായിരുന്നു. ഇതൊക്കെയായിരുന്നു ബന്ധുക്കളുടെ സംശയത്തിന് ബലം കൂട്ടിയത്. ഇതിനെ തുടർന്ന് ഷിക്കാഗോ പോലീസ് ഷബാനയെയും ഫരീദിനെയും ചോദ്യം ചെയ്തെങ്കിലും തങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന നിലപാടിലായിരുന്നു അവർ ഉറച്ചുനിന്നത്. കാര്യമായ തെളിവുകൾ ഒന്നുമില്ലാതിരുന്നതുകൊണ്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്യാനോ മറ്റു തുടർ നടപടികൾ സ്വീകരിക്കാനോ പോലീസിന് കഴിഞ്ഞതുമില്ല. ആരോപണങ്ങളായി തന്നെ നിലനിന്നു. ബന്ധുക്കളുടെ ഈ സംശയത്തെ ബലപ്പെടുത്തുന്ന രീതിയിൽ പോലീസ് സോഴ്സിൽ നിന്നും ഒരു ഇൻഫർമേഷൻ ലഭിച്ചിരുന്നു. അതായത് മരിക്കുന്നതിന് തൊട്ടു മുൻപുണ്ടാക്കിയ ഭക്ഷണമായ കോഫ്റ്റ, അതായത് ഒരു മീറ്റ് ബോൾ വെച്ചുണ്ടാക്കുന്ന ഡിഷാണ് ഇന്ത്യൻ കോഫ്റ്റ. അത് ഷബാനയും ജാസ്മിനും കഴിച്ചിരുന്നില്ല. ഉറൂജ് ഖാൻ കഴിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ തെളിവുകളും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനെക്കുറിച്ച് കാര്യമായി ഒന്നും വെളിപ്പെടുത്താൻ ഷബാന തയ്യാറായിരുന്നുമില്ല. മറ്റുള്ള അന്വേഷണങ്ങളോടൊക്കെ അവർ പൂർണ്ണമായും സഹകരിച്ചിരുന്നു. ഉറൂജ് ഖാൻ എന്ന തന്റെ ഹസ്ബൻഡ് തന്റെ ശക്തിയായിരുന്നുവെന്നും അതാണ് തനിക്ക് നഷ്ടപ്പെട്ടതെന്നും ഇനി അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നുമില്ല എന്നായിരുന്നു ഷബാനയുടെ മറുപടി. മതിയായ ഒരു തെളിവുകളും ലഭിക്കാതിരുന്നതുകൊണ്ട് തന്നെ പോലീസിനും ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അവരുടെ ഷിക്കാഗോയിലെ വീട് പരിശോധിച്ചെങ്കിലും അവിടെ നിന്നൊന്നും കിട്ടിയുമില്ല. പിന്നീട് അന്വേഷണം എങ്ങുമെത്താതെ മന്ദഗതിയിലായി. പിന്നീട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഖാന്റെ രണ്ടാം ഭാര്യയും ആദ്യ ഭാര്യയിലെ മകളും തമ്മിൽ സ്വത്തുക്കളുടെ പേരിൽ ഒരു ലീഗൽ ബാറ്റിൽ നടന്നു. വിൽപത്രം ഒന്നും എഴുതി വെക്കാതെയായിരുന്നു ഖാന്റെ പെട്ടെന്നുള്ള മരണം.
2013 ഡിസംബറിൽ അവർ രണ്ടുപേരും ഒരു സെറ്റിൽമെൻറ്റിൽ എത്തുന്നു. അതുപ്രകാരം ലോട്ടറി വിന്നിങ്ങിൻ്റെ 1/3 ഷബാനയ്ക്കും 2/3 ജാസ്മിനും ലഭിക്കുന്നു. കൂടാതെ കുടുംബ വീടും ഡ്രൈ ക്ലീനിംഗ് ബിസിനസ്സും ഷബാനയ്ക്കും മറ്റുള്ള സ്വത്തുക്കൾ ജാസ്മിനും ലഭിച്ചു. ഇതിനിടയിൽ ഖാന്റെ സഹോദരി മിറാജ് ഖാന് ആദ്യ ഭാര്യയുടെ മകളായ ജാസ്മിൻ്റെ കസ്റ്റോഡിയൻഷിപ്പും ലഭിക്കുന്നു. ഇവിടെ നമുക്ക് ഷബാനയെ മാത്രമല്ല അന്നേ ദിവസം ഡിന്നറിനുണ്ടായ ജാസ്മിനെയും സ്വാഭാവികമായും സംശയിക്കാം. പുറകിൽ ചരട് വലിക്കാൻ ആരെങ്കിലും ഉണ്ടായാൽ മാത്രം മതി. പക്ഷേ ഒന്നിനും ഒരു തെളിവുണ്ടായിരുന്നില്ല. സോ ദ കേസ് റിമെയിൻസ് അൺസോൾവ്ഡ്. ഈ ഒരു കേസ് പണത്തിന് മുകളിൽ മനുഷ്യബന്ധങ്ങൾക്ക് ഒരു വിലയുമില്ല എന്ന് മനസ്സിലാക്കി തരുന്നു. മാത്രമല്ല പെട്ടെന്നുള്ള ഭാഗ്യം എങ്ങനെയാണ് ദാരുണമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്നു എന്നതിൻ്റെ വ്യക്തമായൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കേസ്. ബൈ.